സമാനമായി കണ്ണൂർ ആന്തൂർ നഗരസഭയിലും മൂന്നിടത്തുകൂടി LDFന് എതിർ സ്ഥാനാർത്ഥികളില്ല. സൂക്ഷ്മ പരിശോധനയിൽ കോടല്ലൂർ തളിയിൽ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചവർ പിൻവാങ്ങിയതിനെ തുടർന്നാണ് പത്രികകൾ തള്ളിയത്. 5-ാം പീടിക വാർഡിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. നഗരസഭയിലെ 29 വാർഡിനകത്തും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട്. ഞങ്ങളത് വേറെ എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടോ കണ്ടിട്ടൊന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി അത് ഒരിക്കലും നടത്തുകയും ചെയ്യില്ല. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, കണ്ണപുരത്തിന് പുറമെ ആന്തൂർ നഗരസഭയിലും LDFന് അനുകൂലമാവുകയായിരുന്നു സാഹചര്യം. തീർച്ചയായും പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ച ഘട്ടത്തിൽ 2 വാർഡുകളിൽ ആന്തൂർ നഗരസഭയിൽ CPMന് എതിരില്ലാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. ഒപ്പം തന്നെ 5 വാർഡുകളിലെ UDFന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിനകത്ത് LDF അന്ന് തന്നെ എതിർവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ എതിർവാദം സൂക്ഷ്മ പരിശോധനയിൽ തെളിയിക്കാനായില്ല. അതിനെ തുടർന്ന് വീണ്ടും ഈ സൂക്ഷ്മ പരിശോധന പുനഃപരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് 3 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിനകത്തൊരു തീരുമാനമായത്. അതിൽ 5-ാം പീടിക വാർഡിൽ നേരത്തെ തന്നെ DCC നേതൃത്വം ആരോപണം ഉന്നയിച്ചിരുന്നു. അവിടെയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K. ലിവ്യയെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ K. ലിവ്യ ഇന്ന് നഗരസഭയിൽ എത്തി പത്രിക പിൻവലിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് നഗരസഭാ അധികൃതർക്ക് കൈമാറി. അതോടുകൂടി 5-ാം പീടിക വാർഡിൽ LDF വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഒപ്പം തന്നെ കോടല്ലൂർ തളിയിൽ ഈ 2 വാർഡുകളിലുള്ള UDF സ്ഥാനാർത്ഥികളുടെ പത്രികകളും കൂടി തള്ളിയിരിക്കുകയാണ്. ഈ 2 വാർഡുകളിലും ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന കാര്യം ഈ പിന്താങ്ങിയവർ തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഒപ്പിട്ടത് എന്നുള്ളതാണ്. അവർ ഇന്ന് നഗരസഭയിൽ എത്തി ഹാജരായി വിവരം നൽകിയത്. അതിനെ തുടർന്നാണ് ഈ 2 വാർഡുകളിൽ, അതായത് കോടല്ലൂരിലെയും തളിയിലെയും UDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിപ്പോയിരിക്കുന്നത്. ദിവ്യ, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.